അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണല്ലേ അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ടതില്ല, നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങൾ, ബറക്കത്തിൻ്റെ കരങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മോശപ്പെട്ട സന്ദർഭത്തിലും ഏത് നമ്മുടെ പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ സഹായത്തിൻ്റെ കരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കരത്തിൽ പിടിച്ച് നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ. ആ കരങ്ങളിൽ പിടിച്ച് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ സന്തോഷകരമായിട്ടുള്ള ആ ഒരു ജീവിതം തിരിച്ചു കിട്ടുമല്ലേ. അതാണ് അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനാകണം. നല്ല മനുഷ്യനാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഈമാനുള്ള മുഅ്മിനായിട്ടുള്ളൊരു മനുഷ്യൻ. പേരിൽ മാത്രം മുസ്ലിമായിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ഒരു മുഅ്മിനായിട്ട് ജീവിക്കേണ്ടത്, ഈമാനുള്ള ഒരാളായിട്ട് എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ നമ്മൾ ജീവിക്കണം, അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. 5 വക്ത് നിസ്കരിച്ച് നോമ്പ് നോറ്റ് എല്ലാ സുന്നത്തുകളൊക്കെ ചെയ്ത്, ഇപ്പോൾ ഇവിടെ ഞാൻ സുന്നത്തുകളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അപ്പോൾ ഫറല് മാത്രം ചെയ്താൽ പോരെ, എങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, സുന്നത്തല്ല, അത് നിർബന്ധം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ഞാൻ നമുക്കൊരു ചെറിയ കഥ പറഞ്ഞുതരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാം, ഷഹാദത്ത് കലിമൊക്കെ ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിക്കാം, പക്ഷേ എനിക്ക് കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫറളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കാം, 5 വക്ത് മാത്രം ഞാൻ നിസ്കരിക്കുള്ളൂ, 5 വക്ത് ഫറളായിട്ടുള്ള നിസ്കാരങ്ങൾ മാത്രമേ നിസ്കരിക്കുള്ളൂ, പിന്നെ റമദാൻ മാസം വരുമ്പോഴുള്ള ഫറലുകൾ നോമ്പ് മാത്രമേ നോക്കുള്ളൂ, എങ്കിൽ ഞാൻ നല്ലൊരു വിശ്വാസിയായിട്ട് ഈ ഫറലുകൾ മാത്രം ചെയ്യുന്ന നല്ലൊരു വിശ്വാസിയായിട്ട് മറ്റു കുറ്റങ്ങളൊന്നും ചെയ്യാതെ ഫറലുകൾ മാത്രം ചെയ്യുന്നൊരു വിശ്വാസിയായിട്ട് ഞാൻ നിലനിൽക്കാമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു ആൾ വന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അയാൾ തിരിഞ്ഞു പോയി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നിങ്ങൾ ഫറലുകൾ മാത്രമല്ല ചെയ്യുക, സുന്നത്തുകളും ചെയ്യും എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ നമുക്ക് സുന്നത്തുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതായത് നമുക്കത് ഇഷ്ടപ്പെടും, നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കാര്യം എത്ര ചെയ്താലും നമുക്ക് മടുക്കൂല, എത്ര ചെയ്താലും നമുക്ക് തൃപ്തിപ്പെടുകയില്ല. നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാകും, ത്വര ഉണ്ടാകും. എത്ര ചെയ്താലും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു യഥാർത്ഥ മുഅ്മിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർള് നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങൂല, നമ്മൾ സുന്നത്തുകൾ മാത്രമല്ല അതിന് പുറമെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കാര്യം ഇതായിരുന്നില്ലേ, അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം ഉണ്ടാകാൻ, എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റ് മനുഷ്യ ഭൂലോകത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ, നമ്മൾ ഈ ലോകത്ത് എല്ലാവരും നമ്മുടെ എതിരാണെങ്കിലും നമ്മളൊരൊറ്റ ആൾ മതി പഠിച്ചുകൊണ്ട് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് നിന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് പൊരുതാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലേ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ച്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങളുള്ള അത്ഭുതങ്ങളായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലേ. അപ്പോൾ ഈ ഒരു അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ പറഞ്ഞറിയിച്ചാലും തീരൂല. അസ്മാഉൽ ഹുസ്ന ഒരാൾ മുഴുവനായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യം പിന്നെ നോക്കേണ്ടേ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അയാളുടെ കാര്യം ഫുൾ ക്ലിയർ. സ്വർഗ്ഗമുറപ്പ്, നമ്മുടെ ഈ ഒരു ഈമാനോട് കൂടിയുള്ള മരണമുറപ്പ്, ഖബർ ജീവിതം സുഖകരം, നമ്മുടെ ദുനിയാവിലെ ജീവിതം ഏറ്റവും ആനന്ദകരം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് അസ്മാഉൽ ഹുസ്ന പതിവാക്കുന്ന ഒരാൾക്ക്. അസ്മാഉൽ ഹുസ്നയിൽ ഒരു നാമമാണ് നമുക്ക് ഇവിടെ അള്ളാഹുവിൻ്റെ നിലക്കാത്ത സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഇസ്മ. അപ്പോൾ ഇസ്മ ഇതാണ്, യാ ബർറു യാ അല്ലാ, യാ ബർറു യാ അല്ലാ. അതിൻ്റെ അർത്ഥം ഇതാണ്, ഉപകാരി എന്നാണ്. യാ ബർറു എന്നുള്ളതിൻ്റെ അർത്ഥം ഉപകാരി എന്നാണ് കേട്ടോ, ഉപകാരി. ഈ നാമം നമ്മൾ നിത്യമായി ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിട്ടല്ല, നമ്മളെ കൊണ്ട് ഒരു ദിവസം ഒരു 10 പ്രാവശ്യം ചൊല്ലാൻ കഴിയുള്ളൂന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യം ചൊല്ലും. നമ്മളത് പതിവാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 വക്ത് നിസ്കാരം മാത്രം നിർബന്ധം അങ്ങനെയല്ല, നമ്മൾ അതിനോടൊപ്പം തന്നെ ഇതും ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം കുറച്ച് നേരം നിസ്കാരപ്പായിലേക്ക് ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാനൊക്കെ തുടങ്ങണം. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ 5 വക്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു 13 പ്രാവശ്യം, കുറച്ച് സമയം മതി യാ ബർറു യാ അല്ലാ 13 പ്രാവശ്യം ചൊല്ലാൻ. നമുക്ക് കൊണ്ട് കഴിയുന്നത്ര ചൊല്ലി 33 പ്രാവശ്യമില്ല, മിനിറ്റുകൾ വെറും 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് മുഴുവൻ ചൊല്ലി തീർക്കാം. അപ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു 7 പ്രാവശ്യമെങ്കിലും നമ്മൾ യാ ബർറു യാ അല്ലാ ചൊല്ലുക. അങ്ങനെ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ചൊല്ലുക. ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമുള്ള നമ്മുടെ സമയങ്ങളിൽ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലിക്കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ശീലമായിട്ട് മാറും.
ശീലമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ നമുക്കത് പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ശൈലിയാകും. നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ഒരു 2 ആഴ്ച നമ്മൾ ഡെയിലി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നമുക്കത് ചൊല്ലാൻ നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് വരും. അത് ഒരു യഥാർത്ഥമായിട്ടുള്ളൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളായാലും മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു ഇത് പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോൾ തന്നെ അവരെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ജീവിതത്തിൽ മുഴുവൻ അവരിത് ചെയ്യും, അവരുടെ ശീലമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. ദുനിയാവിലെ ജീവിതവും ആഖിറത്തിലെ ജീവിതവും ഒക്കെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. എല്ലാ കാര്യത്തിലും അല്ലാഹു തആലയുടെ സഹായം ഉണ്ടാകും. അല്ലാഹു നമ്മളെ ഒരിക്കലും കൈവിടൂല. നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല നിറവേറ്റി തരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാരണം മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യാൻ, ഒരു അമൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അല്ലാഹു തആല നിങ്ങൾക്ക് കൂടി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.